आज अखबार में लिखा है कि प्रधानमंत्री ने कहा है कि ऑपोजिशन को कंस्ट्रक्टिवली सरकार के साथ कोऑपरेट करना चाहिए। जाति जनगणना ये आपका हथियार है, तो आपको अपना हक लेना है। രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഇന്ത്യ സഖ്യ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. രാഹുലിനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോടേം സ്പീക്കർക്ക് കത്തു നൽകി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തക സമിതിയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ രാഹുൽ വിമുഖത കാട്ടുന്നുവെന്ന ആക്ഷേപം ശക്തമാകുമെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകൾ രാഹുലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കിടയിലും സ്വീകാര്യത വർദ്ധിക്കുമെന്നും മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ തയ്യാറാകുകയായിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങളുമായി അടുത്തിടപഴകി ആവശ്യങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ അക്കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളാക്കിയത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും അതിനായി പോരാടാനും രാഹുൽ മുന്നിലുണ്ടാകണമെന്നും കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തു. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞതിന്റെ മുന്നണി പോരാളി എന്ന വിശേഷണത്തോടെയാണ് രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. 2019 തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാർട്ടി പ്രസിഡന്റ് പദം രാഹുൽ ഒഴിഞ്ഞിരുന്നു. പാർട്ടി വിട്ടവരെ അവഗണിച്ചും ഒപ്പം നിന്നവരെ ചേർത്ത് പിടിച്ചുമായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ രാഹുലിന്റെ പോരാട്ടം. രാഷ്ട്രീയത്തിൽ രാഹുൽ എത്തിയിട്ട് 20 വർഷം പിന്നിടുന്നു. 10 വർഷം അധികാരമില്ലാതെ നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള നിയോഗം രാഹുലിലേക്ക് എത്തുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്, റായ്ബറേലിയിലും വയനാട്ടിലും. റായ്ബറേലിയിൽ 3,90,30 വോട്ടുകൾക്കും വയനാട്ടിൽ 3,64,422 വോട്ടുകൾക്കുമാണ് രാഹുൽ വിജയിച്ചത്. വടക്കേ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയനാട് മണ്ഡലം ഒഴിയുകയായിരുന്നു. അംബാനിയെയും അദാനിയെയും വഴിവിട്ട് സഹായിക്കുന്ന മോദി സർക്കാർ നയങ്ങൾ അദ്ദേഹം നിരന്തരം ചോദ്യം ചെയ്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മോദിക്ക് താനല്ല കോൺഗ്രസ് ആണ് അദാനിയെ സഹായിക്കുന്നുവെന്ന മറുവാദം ഉയർത്തേണ്ടി വന്നു. കർഷക കടങ്ങൾ എഴുതിത്തള്ളാതെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന മോദി സർക്കാർ കോടീശ്വരന്മാരുടെ വായ്പകൾ എഴുതിത്തള്ളുകയാണെന്ന് തെരുവുകൾ തോറും നടന്നു സംസാരിച്ചു. അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റം മുതൽ വയനാട്ടിലെ വന്യജീവി ആക്രമണം വരെയുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് കൃത്യമായ നിലപാട്, ശക്തമായ വാക്കുകൾ. സ്വയം ഉടച്ചു വാർത്തും കൂടെയുള്ളവരെ നവീകരണത്തിന് പ്രേരിപ്പിച്ചും സമരം നടത്തിയും വളർന്നുവന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ കസേര വലിച്ചിട്ട് മോദിക്ക് അഭിമുഖമായിരുന്നു. ധാർഷ്ട്യത്തോടെ തന്നെ പാർലമെന്റിൽ നിന്നിറക്കിവിട്ട അതേ മോദിക്ക് മുന്നിൽ ഇനി അയാൾ മോദിയോട് പറയാൻ പോകുന്നത് താൻ കണ്ട ഇന്ത്യയെക്കുറിച്ചാകും. മോദിക്ക് ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചാകും.